നാളെ ഇപ്പൊ നമ്മുടെ മാച്ച് തുടങ്ങിയ ബ്രസീൽ വിസസ് മൊറോക്കോ. നൈറ്റ് 3:30-ക്കാണ് കളി. എന്തായാലും തീ പാറുന്ന കളിയായിരിക്കും. രണ്ട് കൂട്ടരും എന്തായാലും ഗോൾ അടിക്കുമെന്ന് ഉറപ്പുള്ള മാച്ചാണിത്. എന്തായാലും ഗോൾ മഴ എന്തായാലും പ്രതീക്ഷിച്ചിട്ട് തന്നെ ഈ മാച്ച് കാണാതിരിക്കാം. ഇപ്പൊ ബ്രസീലാവട്ടെ മൊറോക്കോ ആവട്ടെ രണ്ടുപേരും നല്ല ശക്തരായ ടീമാണ്. മൊറോക്കോ ആണെങ്കിൽ 29 മാച്ചസ് അൺബീറ്റൺ ആയിട്ടാണ് മൊറോക്കോ വേൾഡ് കപ്പില് ആദ്യത്തെ മാച്ച് കളിക്കാൻ പോകുന്നു. ബ്രസീലാവട്ടെ ഫ്രാൻസും ജപ്പാനായിട്ട് ചെറിയൊരു പരാജയം ഉണ്ടായെങ്കിലും ലാസ്റ്റത്തെ 3 ഫ്രണ്ട്ലീസും ജയിച്ചിട്ടാണ് ബ്രസീലും വേൾഡ് കപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇരു കൂട്ടരും ഗോൾ അടിക്കാനുള്ള നല്ല ചാൻസ് ഉള്ള ഒരു മാച്ച് ആയിരിക്കും. എന്തായാലും നമുക്കപ്പോ ഇന്നത്തെ മാച്ചില് രണ്ട് ടീമിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. എങ്ങനെയായിരിക്കും ഇന്നത്തെ മാച്ച് നടക്കാൻ പോകുന്നത്, ഒരു ചെറിയൊരു കമ്പയറേഷൻ. ഇപ്പൊ ബ്രസീലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 17 മാച്ചസിൽ നിന്ന് അവർ 24 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 17 ഗോൾസാണ് അവർ കൺസീഡ് ചെയ്തത്. ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 7 മാച്ചസിൽ നിന്ന് അവർ 9 ഗോൾസാണ് അവർ സ്കോർ ചെയ്തത്. ആകെ 2 ഗോൾസാണ് അവർ കൺസീഡ് ചെയ്തത്. ഇപ്പൊ അറ്റാക്കിങ്ങിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ രണ്ടുപേരും അതാ പറഞ്ഞ തുല്യ ശക്തികളാണ്. രണ്ടുപേരും ഓരോ മാച്ചസിലും ഗോൾ അടിക്കുന്ന ടീമാണ്. ബട്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് പെർ ഗെയിം ആൻഡ് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തതും കൂടുതലും ബ്രസീലിനെക്കാട്ടും മൊറോക്കോയാണ് കൂടുതലും ചാൻസസ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഷോട്ട് ഓൺ ടാർഗറ്റും ബിഗ് ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണ് മൊറോക്കോയാണ്. ബോൾ പൊസിഷന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊറോക്കോനെക്കാട്ടും കൂടുതൽ ബ്രസീലിലാണ് ബോൾ പൊസിഷന്റെ കാര്യങ്ങളും. ക്ലീൻ ഷീറ്റിന്റെ കാര്യത്തിൽ മൊറോക്കോനെക്കാട്ടും ബ്രസീൽ ഒരു പടി മുമ്പിലാണെങ്കിലും ഗോൾ കൺസീഡ് ചെയ്യുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്റർസെപ്ഷന്റെ കാര്യത്തിലാണെങ്കിലും മൊറോക്കോയാണ് കുറച്ചും കൂടി ബ്രസീലിനെക്കാട്ടും മുമ്പിൽ നിൽക്കുന്നത്. ടാക്കിൾസ് ആവട്ടെ ക്ലിയറൻസ് ആവട്ടെ എല്ലാത്തിലും ബ്രസീലിനെക്കാട്ടും ഒരു പടി മുമ്പിൽ മൊറോക്കോയാണ് നിൽക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് മാച്ചസിൽ മൊറോക്കോ വേഴ്സസ് ബ്രസീൽ ഫ്രണ്ട്ലിയില് മൊറോക്കോയാണ് 2-1 ജയിച്ചത്. ബട്ട് ലാസ്റ്റ് 3 ഫ്രണ്ട്ലീസിൽ ബ്രസീലിന്റെ പെർഫോമൻസ് വെച്ച് ബ്രസീൽ എന്തായാലും ഈ കളി ജയിക്കാവുന്നേ ഉള്ളൂ. ബട്ട് എൻ്റെ മൈൻഡ് പറയുന്നു ഒന്നെങ്കിൽ കളി ഡ്രോ ആവും, അല്ലെങ്കിൽ കളി ബ്രസീൽ പിടിച്ചിരിക്കും, തോറ്റു തരില്ല. എന്തായാലും കളി ഡ്രോ ആവുന്ന എൻ്റെ ഒരു മൈൻഡ് പറയുന്നു. ബട്ട് ബ്രസീൽ ജയിക്കണം. കളി ബ്രസീൽ ജയിച്ചേ പറ്റൂ. ഒന്നാമത് നെയ്മറില്ല. നെയ്മർ എന്തായാലും അടുത്ത കളിയിൽ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് നെയ്മർ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കപ്പോൾ നോക്കാം. എൻ്റെ ഒരു ഒപ്പീനിയൻ